have started the chapter units and measurement. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് വിളിച്ചു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും വിളിച്ചു. അങ്ങനെ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു യൂണിറ്റ് ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ യൂണിറ്റ് വ്യത്യസ്തമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഓരോ സിസ്റ്റംസ് കൊണ്ടുവരുന്നത്. പിന്നീട് അതിനെ ഏകീകരിച്ച് വേൾഡ് വൈഡ് എല്ലായിടത്തും ഒരേ യൂണിറ്റ് തന്നെ റെപ്രസെൻ്റ് ചെയ്താൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് SI സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ് എന്നാണ് SI സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് SI സിസ്റ്റം. ഈ SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് and 2 supplementary quantities are there in SI system. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്, ഏതൊക്കെയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7 ബേസ് ക്വാണ്ടിറ്റീസ് ഇൻ SI system. That is length, mass, time, temperature, electric current, luminous intensity, amount of substance. ഈ 7 എണ്ണാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഇതാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം ആൻഡ് ദെയർ യൂണിറ്റ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും വളരെ കൃത്യത ഉള്ളതാണ് അല്ലെ. ലെങ്ത് മീറ്റർ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ ഒക്കെ ഒരു സിംഗിൾ യൂണിറ്റ് കൊണ്ടാണ്, ഒരു സിംഗിൾ ലെറ്റർ കൊണ്ടാണ് ഈ ഓരോ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ. ഇനി ഇതിന് പുറമെ നമ്മൾ പറഞ്ഞു 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് കൂടി ഉണ്ട് എന്നുള്ളത്. ഏതൊക്കെയാണ് ആ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. അതിന്റെ യൂണിറ്റ്, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് നമ്മൾ റേഡിയൻ എന്നാണ് പറയുന്നത്, റാഡ്, റേഡിയൻ, റാഡ്. സോളിഡ് ആംഗിൾ സ്റ്റിറേഡിയൻ, SR എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സോ ദീസ് ആർ ദ 7 fundamental or base quantities in SI system. These are the supplementary quantities in SI system. അപ്പോൾ supplementary quantitiesൻ്റെതാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് റേഡിയൻ, സ്റ്റിറേഡിയൻ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്ന ആംഗിളുകളാണ്. ദാറ്റ് ഈസ് അബൌട്ട് SI system. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു, അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് പഠിച്ചു. ഇത് എക്സാമിന് 2 മാർക്കിന് എപ്പോഴും വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം, വിച്ച് ആർ ദ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം, വിച്ച് ആർ ദ ബേസ് ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം എന്നാണ് ഇവിടെ വരാറുള്ളത്. ഇവിടെ നമുക്ക് ചോദിക്കാറുള്ളത് സ്റ്റിറേഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ഏതിന്റെ യൂണിറ്റ് ആണ്? സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് എക്സാമിന് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്ത് വെക്കാം. SI സിസ്റ്റം 7 ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം ആൻഡ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. അപ്പൊ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. നമ്മൾ യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. എന്തായിരുന്നു യൂണിറ്റിന്റെ അഡ്വാൻറ്റേജ്?
ആദ്യമേ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ഈസിലി റീപ്രൊഡ്യൂസബിൾ എന്നാണ് പറഞ്ഞത് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കും. ശരി തന്നെയല്ലേ. ഇവിടെ ലെങ്ത് മീറ്റർ, കിലോഗ്രാം, ആംപിയർ, സെക്കൻഡ് അല്ലേ, അതേപോലെ കാൻഡില, മോൾ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റുകളാണ്. സോ വി ക്യാൻ റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസിലി റീപ്രൊഡ്യൂസബിൾ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ യൂണിറ്റിന്റെ അതേ കാര്യം തന്നെ, ഇറ്റ് ഈസ് ഇൻവാരിയന്റ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഈ യൂണിറ്റുകൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ് റിമെയിൻസ് ആസ് സച്ച്. സോ ഇൻവാരിയന്റ് വിത്ത് ടൈം. മൂന്നാമത് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് coherent. It is logical and coherent. Logical എന്നുള്ള ടേം നമുക്ക് അറിയാവുന്നതാണ്. coherent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. അതിന് നമ്മൾ ലെങ്ത് സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറിന് എഴുതി കൂടെ അല്ലെ. അപ്പൊ ഇവിടെ നമ്മള് ഒരു സിംഗിൾ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഏരിയക്ക് യൂണിറ്റ് എഴുതി അല്ലെ. ഇതുപോലെ നമുക്ക് ഇതിനകത്തുള്ള അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾക്ക് യൂണിറ്റ് എഴുതാൻ സാധിക്കും അല്ലെ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് അതാണ് നമ്മൾ കൊഹിറന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് കൊഹിറന്റ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് നമ്മൾ യൂണിറ്റ് എഴുതുന്നത് ആരുപയോഗിച്ച് തന്നെയാണ്? ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. മാസ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ വോളിയം L3. അപ്പൊ മീറ്റർ ക്യൂബ് അല്ലെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് നമ്മൾ അവിടെ യൂണിറ്റ് ആയിട്ട് എഴുതുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതിലുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾക്ക് യൂണിറ്റ് എഴുതാം. വേറെ പുതിയ ഡെറിവേഷൻസ് ഒന്നും നടത്തേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൊഹിറന്റ് എന്ന് പറയാനുള്ളത്. ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് കൊഹിറന്റ്. അടുത്തത് നാലാമത് ഇറ്റ് ഈസ് റാഷണൽ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റാഷണൽ എന്ന് പറയുമ്പം ഒരൊറ്റ ക്വാണ്ടിറ്റി കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അതാണ് റാഷണൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഏരിയ മീറ്റർ സ്ക്വയർ, വോളിയം മീറ്റർ ക്യൂബ്, അങ്ങനെ കുറെ മൾട്ടിപ്ലിക്കേഷനും ഡെറിവേഷനും ഒന്നും നടത്തി അതിനെ സിംപ്ലിഫൈ ചെയ്ത് 2m³ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലല്ല എന്ത് ചെയ്യുന്നത് അവിടെ യൂണിറ്റ് എഴുതുന്നത്. വളരെ നമുക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിട്ട് തന്നെയാണ് ഒരൊറ്റ യൂണിറ്റ് അല്ലെ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ലെങ്ത് മീറ്റർ ഒരൊറ്റ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടുള്ള അല്ലെ. അതേപോലെ കിലോഗ്രാം, kg എന്നുള്ള ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ റെപ്രസെന്റേഷൻ നടത്തുന്നത്. അതാണ് നമ്മൾ അവിടെ റാഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് easily reproducible, it is invariant with the time, it is logical and coherent, it is rational and it is internationally accepted അല്ലെ. ലോകം മുഴുവനും ഒരൊറ്റ ക്വാണ്ടിറ്റിക്ക് ഈ ക്വാണ്ടിറ്റിക്ക് ഇത് മതി അതിന്റെ യൂണിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SI സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ് എന്നാണ് അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ടോപ്പിക്കിനകത്ത് ഓർത്ത് വെക്കാനുള്ളത്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം, അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം. ഈ 3 കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ മാസ്, ലെങ്ത് ഇതൊക്കെ നമുക്ക് അളക്കാം അല്ലെ. അപ്പൊ സമയം നമ്മൾ ക്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് സമയം എത്രയാണെന്ന് മനസ്സിലാക്കും. അതുപോലെ നമ്മൾ പഴയ കാലത്താണെങ്കിൽ നിഴലൊക്കെ നോക്കിയിട്ടാണ് സമയം മനസ്സിലാക്കിയിരുന്നത്. പിന്നെ മാസ് നമുക്കറിയാം, വെയിങ് മെഷീനും അങ്ങനെ തുലാസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മാസ് അളക്കാൻ പറ്റും. ഇനി ലെങ്ത് എങ്ങനെ അളക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ലെങ്ത് എന്ന് പറയുമ്പം ഒരു ചെറിയ ഒരു പെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും.
ഒരു റൂമിൻ്റെ നീളാണ് അളക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാപ്പ് ഉപയോഗിച്ചിട്ട് അത് മെഷർ ചെയ്യും. എന്നാൽ വളരെ വലിയ ഡിസ്റ്റൻസുകളാണ് നമുക്ക് അളക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പോലുള്ള യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മളതിനെ മെഷർ ചെയ്യും. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പാരലാക്സ് മെത്തേഡ്, പാരലാക്റ്റിക് സെക്കൻഡ് എന്നാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യങ്ങൾ. ലൈറ്റ് ഇയർ ആണ് നമ്മൾ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു അല്ലേ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 × 10⁻15 മീറ്റേഴ്സ് ആണ്. അപ്പൊ എന്താണ് ലൈറ്റ് ഇയർ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year and it is given by 9.5 × 10⁻15 മീറ്റേഴ്സ് എന്നാണ്. ഇതുപോലെ മറ്റൊരു യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എന്നാണ് പറയുന്നത്. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. Astronomical unit is given by 1.49 × 10⁻11 meters എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ എന്നൊക്കെ പറയുന്നത് ഡിസ്റ്റൻസ് വളരെ ദൂരമുള്ള, അതായത് സൺ പ്ലാനറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ളത് ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ. ഇതിന് പുറമെ വളരെ വലിയ ലാർജ് ഡിസ്റ്റൻസ്, അതായത് മറ്റൊരു യൂണിറ്റ് ആണ് പാരലാക്റ്റിക് സെക്കൻഡ് ഓർ പാർ സെക്കൻഡ് എന്ന് പറയുന്നത്. പാരലാക്റ്റിക് സെക്കൻഡ്. അപ്പോൾ പാരലാക്സ് മെത്തേഡ് ആണ് അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് പാരലാക്സ് മെത്തേഡ്. എന്താണ് പാരലാക്സ് മെത്തേഡ്? ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് whereby position or direction of an object changes when viewed from different positions. വ്യത്യസ്ത പൊസിഷനിൽ നിന്ന് നമ്മളൊരു വസ്തുവിനെ നോക്കി കാണുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനത്ത് മാറ്റം സംഭവിക്കും അല്ലേ. അതാണ് ദ ഇഫക്റ്റ് whereby the position or direction of object changes when viewed from different positions. വ്യത്യസ്ത പൊസിഷനിൽ നിന്ന് നമ്മളൊരു വസ്തുവിനെ നോക്കി കാണുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ വ്യത്യാസം സംഭവിക്കുന്ന ആ ഒരു എഫക്റ്റ്, ആ ഒരു തോന്നലിനെയാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം ഒരു ലെഫ്റ്റ് ഐ അടച്ചിട്ട് നോക്കുകയാണ്. അതേപോലെ ഇത് നമ്മുടെ ലെഫ്റ്റ് ഐ. അതേപോലെ രണ്ടാമത്തെ ഐ അടച്ചിട്ട് റൈറ്റ് ഐ അടച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ കണ്ണിങ്ങനെ മാറി മാറി അടിച്ചിട്ട് കുറച്ച് ദൂരത്ത് ഒരു ഓബ്ജക്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും തമ്മിലുള്ള ഈ അകലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിസ്. അതിനെ നമുക്ക് ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബേസിസ്. ഈ ഒബ്ജക്റ്റിലേക്കുള്ള അകലം നമുക്ക് ഡി ഡിസ്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഡി ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. So the different distance between these two left and right eye, it is taken as basis, and this distance it is represented as അപ്പോൾ സെൻട്രൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ഡി ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഇതിനുള്ള ഒരു ഇക്വേഷൻ പാരലാക്സ് മെത്തേഡിൽ എങ്ങനെ നമുക്ക് ദൂരെയുള്ള ഒബ്ജക്റ്റിലേക്കുള്ള അകലം അളക്കാൻ സാധിക്കും, അതായത് ഇപ്പോൾ സണ്ണ്, പ്ലാനറ്റ്, അതുപോലെ ഓരോ പ്ലാനറ്റ്സിലേക്കുള്ള അകലം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇതിനെ നമ്മളൊരു സ്ഫിയറിന്റെ ഭാഗമാക്കി മാറ്റുകയാണെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മളൊരു സ്ഫിയറിന്റെ ഭാഗമാക്കി ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. നമ്മളൊരു ടോപ്പിക്ക്, ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. അത് ഇതന്നെ പാടുള്ളൂ എന്നൊന്നുമില്ല. ഏത് മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേഷൻസ് പഠിക്കാം. ഇവിടെ ഞാൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഡെറിവേഷൻ പറഞ്ഞു തരുന്നത്. അതായത് എങ്ങനെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന അവിടുത്തെ ഇക്വേഷൻ, ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, അകലം എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു സർക്കിളിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും അല്ലേ. അപ്പോൾ ഇത്
ഈ ഒബ്ജക്റ്റിന് ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ. ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ വരയ്ക്കുന്ന അത്രയും വലിയ അകലൊന്നുമില്ല, സ്ലൈറ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫിഗറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കിയാണ് വരയ്ക്കുന്നത്. ഇത് സബ്റ്റൻഡ് ചെയ്ത് ഈ കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ പാരലാക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ദിസ് ആംഗിൾ ഈസ് കോൾഡ് പാരലാക്സ് ആംഗിൾ. പാരലാക്സ് ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒരു മരമാണെന്നുണ്ടെങ്കിൽ ആ മരം നമ്മൾ നോക്കുകയാണ്, ലെഫ്റ്റ് ആയി റൈറ്റ് ആയി വേറെ ചെയ്ത് നോക്കി. അവിടെ ഉണ്ടാക്കുന്ന ഈ ഡിസ്റ്റൻസിനെ ബേസിസ് എന്ന് വിളിച്ചു, ബി കൊടുത്തു. അവിടെ നിന്ന് അതിലേക്കുള്ള അകലം നമ്മൾ ഡി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തു. അങ്ങനെ ഈ രണ്ട് പോയിന്റ്സിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ച് അതിനെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ആ ആംഗിളിനെ നമ്മൾ പാരലാക്സ് ആംഗിൾ എന്ന് വിളിച്ചു. ഇനി ഈ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ഈ ഡി ഡിസ്റ്റൻസ് ഈ ബേസിനേക്കാൾ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ബേസ് ഈ ഡിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണ് എന്ന് നമുക്ക് അസംഷൻ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. ഇതൊരു ആർക്കായിരിക്കും അല്ലെ. വളരെ ചെറുതാണെങ്കിൽ ആക്ച്വലി ഇതൊരു ആർക്കാണ്. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്താണ്? ബേസ് ആണ്. സോ ബേസ് ബി. ഇവിടുത്തെ റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് എത്രയാണ്? ഡി ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇത് ഇവിടെ എല്ലായിടത്തും ഈ ഡി ഡിസ്റ്റൻസ് ആയിട്ട് ഇതൊരു സ്ഫിയർ ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ ബി അല്ലെ, ഡി. അപ്പൊ ഇതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലത്തിൽ ഈ തീറ്റയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിലേക്കുള്ള അകലം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്റ്റിക് സെക്കൻഡ്, ദ ഡിസ്റ്റൻസ്, the unit of large distance is parallactic second. Parallax parsecond എന്നാണ് പറയുന്നത്. Parsecond. It is the unit of large distance അല്ലെങ്കിൽ length is called parsecond. ഇപ്പൊ നമ്മൾ ഒരു മരത്തിലേക്കുള്ള അകലാക്കിയിട്ടാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. പകരം നമ്മൾ എർത്തും സണ്ണും തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ എർത്തും മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റ് തമ്മിലുള്ള അകലാക്കിയിട്ടാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ വരയ്ക്കാം. ഇവിടെ എർത്തും പ്ലാനറ്റും തമ്മിലുള്ള അകലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എർത്ത് സർഫസിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് നമ്മൾ നോക്കും. ഇത് ലെഫ്റ്റ് ആയിട്ട് നോക്കി റൈറ്റ് ആയി. ഇതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിച്ചത്. അതിലേക്കുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കും. അതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ഒരു അകലം ഡി ഡിസ്റ്റൻസ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റ അറിയാം. അങ്ങനെയാണെങ്കിൽ ഡി ഡിസ്റ്റൻസ് പി ബൈ തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലത്തിൽ ആംഗിളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് നടത്തുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് രണ്ട് വ്യത്യസ്ത പോയിന്റുകളിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കിക്കാണാണ്. ആ രണ്ട് പോയിന്റ്സിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ സ്ഥാനങ്ങളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒബ്ജക്റ്റ് രണ്ട് വ്യത്യസ്ത പൊസിഷനിൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ പൊസിഷനിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ബേസിസ് എന്ന് വിളിച്ചു. ഈ രണ്ട് പോയിന്റ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കാണ് നമ്മൾ അതിനെ നോക്കുന്നത്. അപ്പൊ അവിടേക്കുള്ള അതുണ്ടാക്കുന്ന ആംഗിളിനെ തീറ്റ എന്ന് വിളിച്ചു. ആ തീറ്റയാണ് നമ്മൾ പറയുന്നത് പാരലാക്സ് ആംഗിൾ എന്നാണ്. ആ പാരലാക്സ് ആംഗിളിലെ സെന്ററിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഡി ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഡി ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ ബി ബൈ തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് parsecond, that is parallactic second എന്നാണ്. അപ്പോൾ നമ്മൾ 1 ലൈറ്റ് ഇയറിനെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 into 10⁻15 മീറ്റർ ആണെന്ന് പറഞ്ഞു. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.49 into 10⁻11 മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ 1 പാർ സെക്കൻഡ്
1 parsecond is equal to 3.08 into 10 raised 16 meters എന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? പാർ സെക്കൻഡ്. പിന്നെ ഏതാ വരിക? ലൈറ്റ് ഇയർ. ദെൻ കംസ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പാർ സെക്കൻഡ് ഗ്രേറ്റർ ദാൻ, ലൈറ്റ് ഇയർ ഗ്രേറ്റർ ദാൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതായിരിക്കും അതിൻ്റെ ഓർഡർ. ആൻഡ് ദിസ് ഇസ് ദ വാല്യൂ റേഞ്ച്. ഇതും ഒരു മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് SI സിസ്റ്റം, ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റം അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ലെങ്ത്, ലാർജ് ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, അതിൻ്റെ മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് പാർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് വരാറുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ടോപ്പിക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം.